ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്ലാന്റ് പ്ലാൻസ്. ഇന്നത്തെ വീഡിയോ സിങ്കോണിയം പ്ലാന്റ്സിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്കിപ്പോൾ പുതിയ വെറൈറ്റി സിങ്കോണിയം പ്ലാന്റ്സ് ഒരുപാട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ സിങ്കോണിയത്തിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണിക്കാം. സിങ്കോണിയം പ്ലാന്റ്സിന് ഒരുപാട് ആരാധകരുള്ള ഒരു പ്ലാന്റാണ്. കാരണം ഈ പ്ലാന്റ് നമുക്ക് വളർത്തിയെടുക്കാൻ വളരെ ഈസിയാണ്. പ്രത്യേകിച്ച് ഒരു പരിചരണവും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വർഷം മുമ്പ് സിങ്കോണിയം പ്ലാന്റിൻ്റെ കളക്ഷൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് മുതലേ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് വാങ്ങിച്ച ഒരു വെറൈറ്റിയാണിത്. സിങ്കോണിയം ഫ്രോസ്റ്റഡ് ഹേർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. 700 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മുടെ സിങ്കോണിയം ചിയാപ്പൻസിൻ്റെ ലീഫിനോട് സാമ്യമുള്ള ഇലകളാണ് കേട്ടോ ഇതിനുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് സിങ്കോണിയം സ്ക്രാമ്പിൾഡ് എഗ് എന്ന വെറൈറ്റിയാണ്. ഇത് അത്ര ഹെൽത്തി അല്ല, ഇനി ഇതിനൊന്ന് ഉഷാറാക്കി എടുക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് ഈ പ്ലാന്റ്. ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒന്ന് രണ്ട് എൻ്റെ കയ്യിലില്ലാത്ത പുതിയ വെറൈറ്റീസും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. സിങ്കോണിയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിത് സ്റ്റിക്ക് വെച്ച് കൊടുത്തും മതിലിൽ പറ്റി പിടിച്ചൊക്കെ വളരുന്ന ഒരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് ചട്ടിയിൽ ബുഷിയാക്കിയിട്ടും വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സിങ്കോണിയത്തിൻ്റെ ഇലകൾ മാത്രമല്ല, സിങ്കോണിയത്തിന് പൂവും കൂടി ഉണ്ട് കേട്ടോ. അത് കണ്ട അതിൻ്റെ മതിലിലേക്ക് പടർന്നു പോയി വലിയ ഇലകളായിട്ടുള്ള ഒരു സിങ്കോണിയം പ്ലാന്റാണിത്. ഇതിനിപ്പോൾ ധാരാളം പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പൂക്കളൊന്നും അത്ര ഭംഗിയില്ല, എന്നാലും ഇതുപോലെ പടർത്തി വിടുകയാണെങ്കിൽ നമുക്ക് സിങ്കോണിയത്തിൻ്റെ വലിയ ഇലകളായിരിക്കും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ സിങ്കോണിയത്തിൻ്റെ റെഡ് വെറൈറ്റീസിനെ നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ നോർമൽ റെഡ് വെറൈറ്റി. ഇത് ഒരുവിധം എല്ലാവരുടെ കയ്യിലുണ്ടായിരിക്കും, പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടും. ഇത് സിങ്കോണിയം പിങ്ക് പെർഫെക്ഷൻ എന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലകളുടെ കളറാണെങ്കിൽ അടിപൊളിയാണ്. ഇലകളുടെ ഷേപ്പും അതുപോലെ തന്നെ നമുക്ക് കിട്ടാനായിട്ട് ഒത്തിരി പ്രയാസമാണ്. ഇത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയുള്ള പ്ലാന്റാണ് കേട്ടോ. ഇത് നമ്മുടെ നോർമൽ സിങ്കോണിയത്തിൻ്റെ പോലെ പെട്ടെന്ന് വള്ളി വീശി പോകുന്ന ടൈപ്പല്ല, ചട്ടിയിൽ തന്നെ ബുഷിയായിട്ടാണ് വളരുന്നത്. കുറച്ച് സ്ലോ ഗ്രോത്താണ് കേട്ടോ ഇതിനുള്ളത്. അടുത്തൊരു റെഡ് വെറൈറ്റിയാണിത്. സിങ്കോണിയം ഓർണമാക്ക് എന്ന വെറൈറ്റിയാണ്. ഇത് വേറൊരു പിങ്ക്, ഒരു കട്ട പിങ്ക് കളറാണ് കേട്ടോ ഇതിനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകളുടെ ഷേപ്പിനും വ്യത്യാസമുണ്ട്. ഇതും ചെറിയ ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഒരു മിനിയേച്ചർ വെറൈറ്റി എന്ന് തന്നെ പറയാം. ഇതിൻ്റെ ഈ സൈസിലുള്ള തൈകൾ ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് സിങ്കോണിയത്തിൻ്റെ ഒരു നാരോ ലീഫുള്ള വെറൈറ്റിയാണ്. ഇത് നോർമൽ വെറൈറ്റിയാണ് കേട്ടോ. ഇതും അതുപോലെ തന്നെ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്ന പ്ലാന്റ്സ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇത് സിങ്കോണിയം ട്രൈ കളർ എന്ന വെറൈറ്റിയാണ്. സിങ്കോണിയം പ്ലാന്റ്സ് എല്ലാം നല്ല തണലത്താണ് കേട്ടോ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. ഇത് സിങ്കോണിയത്തിൻ്റെ മിൽക്ക് ഷേക്ക് എന്ന വെറൈറ്റിയാണ്. ഇത് നല്ല കുഞ്ഞു കുഞ്ഞു ലീഫായിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. അടുത്തത് നമ്മുടെ സിങ്കോണിയം ട്രൈ കളർ പിങ്ക് സ്പോട്ട് എന്ന വെറൈറ്റിയാണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൈകൾ ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലതൊക്കെ കാണുമ്പോൾ ഒരേപോലെയൊക്കെ തോന്നും, പക്ഷേ സിങ്കോണിയം പ്രേമികൾക്ക് ഇതിൻ്റെയൊക്കെ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും കേട്ടോ. അടുത്ത് നമ്മുടെ സിങ്കോണിയം 3 കിങ് എന്ന വെറൈറ്റിയാണ്. ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നല്ല അടിപൊളി ഡിസൈനാണ് കേട്ടോ. ഇതിൻ്റെ തൈകൾ ഈ സൈസിലുള്ള തൈകൾ നമുക്കിപ്പോൾ ഇത് സിങ്കോണിയം ഓറിയോ അല്ല യെല്ലോ കളറും ഗ്രീൻ കളറും മിക്സ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ കുറച്ച് തൈകൾ മാത്രം നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അടുത്തത് സിങ്കോണിയം ആൽബോ ആണ്. ഇത് വൈറ്റും ഗ്രീനും മിക്സ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ആൽബോ നമുക്ക് റേറ്റ് ഇല്ലാത്ത ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ആൽബോയും ഓറിയോയും തമ്മിലുള്ള വ്യത്യാസമാണ് കേട്ടോ. അത് യെല്ലോയും ഗ്രീനുമാണ് ഓറിയോക്ക് ഉള്ളത്, വൈറ്റും ഗ്രീനുമാണ് ആൽബോക്ക് ഉള്ളത്. അപ്പോൾ ആൽബോയുടെ ഒരുപാട് തൈകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഞാൻ പുതുതായിട്ട് വാങ്ങിച്ച ഒരു വെറൈറ്റിയാണ്. ഇത് കുറച്ച് വലിയ ലീഫുള്ള വലിയ സൈസാവുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. സിങ്കോണിയം ബോൾഡ് ഇല്യൂഷൻ എന്നാണ് ഇതിൻ്റെ പേര്. അടുത്തത് നമ്മുടെ ചോക്ലേറ്റ് സിങ്കോണിയം എന്നൊക്കെ പേരുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് നോർമൽ വെറൈറ്റിയാണ്. ഇതിൻ്റെ പുതിയ ഇലകൾ വരുമ്പോൾ നല്ല കോപ്പർ കളറായിരിക്കും കേട്ടോ. അടിപൊളിയാണ് കാണാനായിട്ട്. ഇത് സിങ്കോണിയാണെന്ന് ആരും വിശ്വസിക്കില്ല, പക്ഷേ ഇതാണ് സിങ്കോണിയം ചിയാപ്പൻസ് എന്ന വെറൈറ്റി. ഇതിൻ്റെ ഇലകൾ നമ്മുടെ നോർമൽ സിങ്കോണിയത്തിൻ്റെ ലിറ്റിൽ സ്റ്റാർ ഇതിൻ്റെ തൈകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് സിങ്കോണിയം ഗോഡ്സില്ലയുടെ തലയുടെ ഷേപ്പാണ് കേട്ടോ. ഇതിൻ്റെ ഇലകൾക്ക് നല്ല ചുരുണ്ടി ഇരിക്കുന്ന ഇലകളാണ്. കാണാനത്തിൻ്റെ ഭംഗിയില്ലെങ്കിലും ഇതിന് അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ. 500 രൂപ മുതലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇത് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ഗ്രീൻ കളറിൽ നിറയെ പിങ്ക് സ്പോട്ടായിട്ടുള്ള
പിങ്ക് സ്പ്ലാഷ് അല്യൂഷൻ എന്ന വെറൈറ്റിയാണ്. ഇത് കുറച്ച് വെയിലത്തായിരുന്നു വരുന്നത്. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് പുതിയ തൈകളാക്കിയപ്പോൾ നല്ല അടിപൊളി വേരിയേഷനൊക്കെ ഉള്ള പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും കുറച്ച് തൈകൾ ഇപ്പോൾ നമുക്കുണ്ട് കേട്ടോ സ്റ്റോക്ക്. അടുത്തത് നമ്മുടെ ഗാലക്സി പാണ്ട എന്ന വെറൈറ്റിയാണ്. ഇതും നല്ല അടിപൊളി വേരിയേഷനൊക്കെ ഉള്ള പ്ലാന്റാണ് കേട്ടോ. അടുത്തത് നമ്മുടെ സിങ്കോണിയത്തിൻ്റെ മൊജിത്തോ എന്ന വെറൈറ്റിയാണ്. ഇതും നമുക്ക് കുറച്ച് മാത്രം പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് പിങ്കിൽ തന്നെ നിറയെ പിങ്ക് സ്പോട്ടുള്ള ഒരു വെറൈറ്റിയാണിത്. കാണാൻ പറ്റുന്നുണ്ടോ? നല്ല നിറയെ പിങ്ക് സ്പോട്ടാണ് കേട്ടോ, പിങ്ക് ഇലയിൽ തന്നെ. അപ്പോൾ ഇതും നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ. അടുത്തത് സിങ്കോണിയം സ്ട്രോബെറി ഐസ് എന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ തൈകളിപ്പോൾ നമ്മുടെ കയ്യിലില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കയ്യിലുള്ള മദർ പ്ലാന്റ് ആണ്. ഇനി തൈകളൊക്കെ റെഡി ആയിട്ട് വേണം നമുക്ക്. പുതിയ ലീഫ് വരുമ്പോൾ കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. ഇതാണ് സിങ്കോണിയം സ്റ്റാർലൈറ്റ്. ഇതിൻ്റെ ലീഫിൻ്റെ 2 സൈഡിലും വൈറ്റ് കളറായിരിക്കും, അതുപോലെ കുഞ്ഞു ലീഫായിരിക്കും ഇതിനുണ്ടായിരിക്കും കേട്ടോ. ഇത് സിങ്കോണിയം ബത്തീക്ക്. ഇതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇതാണ് സിങ്കോണിയം കോൺഫെറ്റി. ഇത് നമുക്ക് ബുഷിയാക്കി വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. പുതിയ ലീഫ് വരുമ്പോൾ നല്ല അടിപൊളി പാറ്റേൺസ് ആയിരിക്കും ഇതിനുണ്ടായിരിക്കുക. അപ്പോൾ ഇതിൻ്റെ 100 രൂപ മുതൽ തൈകൾ അവൈലബിൾ ആണ്. ഇത് സിങ്കോണിയം വെൻറ്റിലാൻഡി. വെൻറ്റിലാൻഡി തന്നെ നമുക്ക് 1-2 വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഒരു വെറൈറ്റിയാണിത്. രണ്ടാമത്തെ വെറൈറ്റിയാണിത്. നല്ല ഗ്രീൻ കളറിൽ സിൽവർ കളർ പാറ്റേൺസൊക്കെ ഉള്ള എല്ലാവർക്കും അറിയുന്നുണ്ടാവുന്ന ഒരു നോർമൽ വെറൈറ്റിയാണ് ഇത്. അതുപോലെ സിങ്കോണിയം ബണ്ണിയർ എന്ന വെറൈറ്റിയാണ്. ഇതൊരു ഫിലോഡൻഡ്രൻ വെറൈറ്റീസിനോടൊക്കെ പോലെ സാമ്യമുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് സിങ്കോണിയം ബ്ലാക്ക് സിങ്കോണിയം. ഇലകളുടെ താഴ്ഭാഗത്താണ് കേട്ടോ ഇതിൻ്റെ ഭംഗി. അതുപോലെ സിങ്കോണിയം T24 എന്ന വെറൈറ്റിയാണിത്. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് പുതിയ ഇലകൾ വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സിങ്കോണിയത്തിൻ്റെ വെറൈറ്റീസ് നമുക്ക് ഒരുപാടുണ്ട് കേട്ടോ ഇനിയും കളക്ട് ചെയ്യാനായിട്ട്. ഞാൻ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് വെറൈറ്റി സിങ്കോണിയംസ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് സിങ്കോണിയം മിൽക്ക് കോൺഫെറ്റി, അതുപോലെ ഗ്രീൻ സ്പ്ലാഷ്, ഓർണമാക്ക് എന്നീ 3 പുതിയ വെറൈറ്റീസിൻ്റെ ചെറിയ തൈകളാണ് കേട്ടോ. ഈ 3 പ്ലാന്റ്സും കോംബോ ഓഫറിലൂടെ നിങ്ങൾക്കിപ്പോൾ സ്വന്തമാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സിങ്കോണിയം പ്ലാന്റ്സിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിനധികം ചാണകപ്പൊടി കൊടുക്കരുത്. അപ്പോൾ ആൽബോ ഓറിയോ പോലത്തെ പ്ലാന്റ്സിനൊക്കെ അതിൻ്റെ വെരിഗേഷൻ നഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനൊന്നും മറന്നു വരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. ഇനിയും പുതിയ പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ബൈ.